students, welcome back to the new class. In the previous class, we have finished one chapter, isn't it? Yes. Today we are moving to a new chapter, ninth chapter, which is the chapter, yes, that is the living organisms, characteristics and habitats. So we are going to discuss about living organisms. First of all, there is a story in your text that is Paheli and Bujo. Paheli, Bujo went for a trip. അവർ രണ്ടുപേരും എന്ത് ചെയ്തു? അവർക്ക് ഇഷ്ടപ്പെട്ട വെക്കേഷൻ എന്ത് ചെയ്തു? ഇഷ്ടപ്പെട്ട ഒരുപാട് സ്ഥലങ്ങൾ അവർ ചുറ്റിക്കണ്ടു. ഏതൊക്കെ സ്ഥലങ്ങളിലാണ് അവർ പോയത്? യെസ്, ഫസ്റ്റ് റിവർ ഗംഗ ഇൻ ഋഷികേശ്. River Ganga, which is the largest river in India. Yes, it is Ganga. Ganga river സന്ദർശിക്കാൻ പോയി. Then they goes to Himalayas. ഹിമാലയയിൽ പോയി. ഹിമാലയൻ മൗണ്ടൻസിൽ പോയി. Then എന്താണ് ഹിമാലയൻ്റെ പ്രത്യേകത? Yes, it is very cold. Then they went to രാജസ്ഥാൻ എന്ന സ്റ്റേറ്റിലോട്ട് പോയി. എന്താ രാജസ്ഥാനിലെ ഒരു പ്രത്യേകത? രാജസ്ഥാനാണ്, ഇറ്റ് ഈസ് എ ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ, isn't it? യെസ്, രാജസ്ഥാനിലെ ഒരു പ്രത്യേക സംഭവമുണ്ട്. എന്താണ്? മരുഭൂമി. രാജസ്ഥാനിലുള്ള മരുഭൂമി അവർ സന്ദർശിച്ചു. ഹോട്ട് ഡെസേർട്സ്. What is the speciality of deserts? Yes, it is very hot. It is not like the mountains. Himalaya, it is very cold, isn't it? Yes, but in the case of desert, it is very hot. They found cactus plants, camels, etc. അവർ മരുഭൂമിയിൽ എന്തൊക്കെ കണ്ടു? കാക്ടസ്, കള്ളിമുൾ ചെടികൾ, ക്യാമലിനെ ഒക്കെ അവർ കണ്ടു. Then they visited sea beach. പിന്നെ എവിടെ പോയി? കടൽ തീരത്ത് പോയി, അല്ലേ? There they saw casuarina trees, then also fishes, fisherman hunting the fishes, then so they went to different regions, isn't it? അവർ പല വിധത്തിലുള്ള ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലോട്ടാണ് അവർ പോയത്. അവിടെ അവർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ലിവിങ് ഓർഗാനിസം. ദേ ഫൗണ്ട് different types of living organisms. Okay, in somewhere it is very cold and in some other places it is very hot. So the surroundings also different in different states. So they found different types of organisms of various kinds. അപ്പോൾ അവർ ചിന്തിച്ചു, ഒരു ഓർഗാനിസം പോലും ഇല്ലാത്ത ഒരു സ്ഥലം പോലും ഇല്ല. ഓരോ സ്ഥലത്തിലും ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ആണുള്ളത്. മരുഭൂമിയിൽ എന്താണുള്ളത്? ക്യാമൽ, കാക്ടസ്. ഇതാണോ ഹിമാലയ മൗണ്ടൻസിൽ ഉണ്ടാവുക? അല്ലെങ്കിൽ ബീച്ചിൽ ഈ ക്യാമലിനെ കാക്ടസിനെയൊക്കെ കാണാൻ പറ്റില്ല. അവിടെ വേറെ തരത്തിൽ ബീച്ച് സൈഡിൽ ഫിഷസ്, ക്രാബ്, ഞണ്ട്, ഇതൊക്കെ കാണാം. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസം ഡിഫറെൻറ്റ് പ്ലേസിലാണല്ലോ, അല്ലേ? യെസ്. സോ ഓരോ ഓർഗാനിസം പോലും ഇല്ലാത്തൊരു സ്ഥലമാണ്. നിങ്ങളിപ്പോൾ നിൽക്കുന്ന നിങ്ങളുടെ റൂം തന്നെ ഒന്ന് ചുറ്റി നോക്കുക. യെസ്, യു ക്യാൻ സീ കോക്രോച്ച്, ലിസാർഡ്, എക്സെട്ര. ഒരു കോക്രോച്ചോ ലിസാർഡ്, നിങ്ങളൊരു കബോർഡ് തുറന്നാൽ തന്നെ അവിടെ ഒരു ഓർഗാനിസെങ്കിലും ഇല്ലാതിരിക്കില്ല, അല്ലേ? യെസ്, ദർ ആർ സോ മെനി ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഓർഗാനിസംസ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. ഹിയർ ഈസ് എ പിക്ചർ ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ഇൻ പേജ് നമ്പർ 79. എന്താണ്? സെർച്ച് ഓഫ് ലിവിങ് ഓർഗാനിസം. ലിവിങ് ഓർഗാനിസം, ആ പിക്ചറിൽ തന്നെ എത്ര ഓർഗാനിസംസ് ഉണ്ട്? യെസ്, ബേർഡ്സ് ആർ ദെയർ, ഷീപ്സ് ആർ ദെയർ, ദെൻ ബഫലോസ്, ദെൻ സ്മോൾ ഇൻസെക്ട്സ്, ബട്ടർഫ്ലൈ. സോ ദർ ആർ സോ മെനി ഓർഗാനിസം ഇൻ വൺ പ്ലേസ് ഇറ്റ്സെൽഫ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. ഓർഗാനിസം ആൻഡ് ദ സറൗണ്ടിങ്സ് വെയർ ദേ ലിവ്. എല്ലാ ഓർഗാനിസത്തിനും ഒരു സപ്പോസ് ഒരു ആനിമൽ എടുക്കുക. ആ ആനിമൽ എല്ലാ ടൈപ്പ് ഓഫ് ക്ലൈമറ്റിൽ, എല്ലാ ടൈപ്പ് ഓഫ് റീജിയനിലും ഉണ്ടാവുമോ? ഇല്ല. ഓരോ ആനിമൽസിനും ഓരോ സെപ്പറേറ്റ്, ഓരോ സ്പെസിഫിക് സറൗണ്ടിങ്സ് ഉണ്ടാവും. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദാറ്റ്. സോ ലെറ്റ്സ് ടേക്ക് വിത്ത് എക്സാമ്പിൾ. ഇൻ ഡെസേർട്സ് they saw camels. You must have seen camels in films, in TV programs, etc., isn't it? Yes. Okay, then in mountains they saw their goats, yak. ഗോഡ്സിനെയും യാക്കിനെയൊക്കെ മൗണ്ടൻസിലുണ്ട്.
മരുഭൂമിയിൽ ഡെസേർട്ടിൽ പോയപ്പോൾ ക്യാമൽ, ദെൻ മൗണ്ടൻസിൽ പോയപ്പോൾ ഗോട്ട് ആൻഡ് യാക്ക്. ഈ ഗോട്ട് ആൻഡ് യാക്ക് മരുഭൂമിയിൽ ഉണ്ടാവുമോ, ഡെസേർട്ടിൽ ഉണ്ടാവുമോ? ഇല്ല, നോ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അവിടെ അവർക്ക് എന്താണ് ലിവ് ചെയ്യാൻ സാധിക്കില്ല. ദെൻ ക്യാമൽ ഈ മൗണ്ടൻസിൽ ഉണ്ടാവും? ഇല്ല, ക്യാമൽ എവിടെ ഉണ്ടാവുക? ഡെസേർട്ടിലാണ്. ഡെസേർട്ടിൽ ആണ് അതിന് പറ്റിയ സറൗണ്ടിങ്സ് എവിടെയുള്ളത്? ഡെസേർട്ടിലാണ്. അപ്പോൾ ഒരു ആനിമൽ എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക സറൗണ്ടിങ്സ് ഉണ്ടാവണം. ദെൻ ഇൻ ദ കേസ് ഓഫ് സീ ദർ ഈസ് ക്രാബ്സ്, ഫിഷസ്. ഈ ക്രാബും ഫിഷും ഒക്കെ നമുക്ക് മൗണ്ടൻസിൽ അല്ലെങ്കിൽ ഡെസേർട്ട്സിൽ കാണാൻ സാധിക്കുമോ? ഇല്ല, ഇറ്റ്സ് നോട്ട് പോസിബിൾ. ദെൻ ആൻഡ് ആൻസ്, സ്മോൾ ഇൻസെക്ട്സ് ലൈക്ക് ആൻസ്, അത് ഏകദേശം എല്ലാ റീജിയൻസിലും ഉണ്ടാവും അല്ലേ? സോ each animal has its own surroundings to live. So there is an activity in your textbooks, activity 1 in page number 80. You have to complete it. എന്താണ് ചെയ്യേണ്ടത്? ഫോറസ്റ്റ്, അവർ ഒരു പല പല സ്ഥലങ്ങളിലോട്ട് പോയില്ലേ? ഫസ്റ്റ് യു ഹാവ് ടു ഫിനിഷ് ഫോറസ്റ്റ്. ഇൻ ദ ഫോറസ്റ്റ് വാട്ട് യു ക്യാൻ സീ ഇൻ ദ ഫോറസ്റ്റ്? എന്തൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും? യെസ്, ദർ ആർ സോ മെനി ഡിഫറെൻറ്റ് തിങ്സ് ഇൻ എ ഫോറസ്റ്റ്. Example for trees, animals such as lion, tiger, and birds, the deer, birds like crow, then and so many other items also there, like pebbles, stones, കല്ലുകൾ, കല്ല്, വെള്ളാരക്കല്ല്, അങ്ങനത്തെ പല പല ഐറ്റംസ് ഉണ്ട്, തിങ്സ് ഉണ്ട്. നോൺ ലിവിങ് തിങ്സ് ആയിട്ടും നോൺ ലിവിങ് തിങ്സ് ആയിട്ടും ഒരുപാട് ക്രിയേച്ചേഴ്സ് എവിടെയുണ്ട്? ഫോറസ്റ്റിലുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട്ബുക്ക് എടുത്തിട്ട് ഈ കോളം വരച്ചിട്ട് ഇതൊന്നും കൂടി എലാബറേറ്റ് ചെയ്യുക. ഫോറസ്റ്റിൽ നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഏതൊക്കെ ആനിമൽസിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് എഴുതുക. പിന്നെ ആനിമൽസിനെ കൂടാതെ എന്തൊക്കെയുണ്ട്? ട്രീസ്, ദെൻ സ്റ്റോണ്, സോയിൽ, ഇതൊക്കെ അവിടെ അല്ലേ? സോ അതും കൂടി എഴുതുക. ദെൻ നെക്സ്റ്റ് വൺ മൗണ്ടൻസിൽ എന്തൊക്കെയാണ് നിങ്ങൾ കാണാം? യെസ്, ട്രീസ് ആർ ദെയർ, റോക്ക് ഉണ്ട്, സോയിൽ ഉണ്ട്, ഓൾസോ ബേർഡ്സ്. സോ അവിടെ കാണുന്ന ആനിമൽസിൻ്റെ പേരും സെക്കൻഡ് കോളത്തിൽ. ദെൻ തേർഡ് ഇൻ ഡെസേർട്ട് that we have already discussed, that is camel, cactus, then rat, then soil, കൂടുതലും മണ്ണാണല്ലേ ഉള്ളത്. ദെൻ അതൊക്കെ എഴുതാം. ദെൻ നെക്സ്റ്റ് ഇൻ ദ സീസിൽ ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ക്രിയേച്ചേഴ്സ് ഉണ്ട്. ഫിഷസ്, ക്രാബ്സ്, ഒക്ടോപ്പസ്, ദെൻ ജെല്ലി ഫിഷ്, ഡോൾഫിൻ. സോ ദർ ആർ സോ മെനി. Then corals, then water, salt water, then stones, etc. So you have to write it there and you have to add some more examples. ഇതുപോലുള്ള ഓരോ സറൗണ്ടിങ്സിലുള്ള കൂടെ ആഡ് ചെയ്യണം നിങ്ങൾക്ക്. ഫോർ എക്സാമ്പിൾ പോണ്ട് എഴുതാം, റിവർ എഴുതാം, ദെൻ പാഡി ഫീൽഡ് ഒക്കെ ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്, ഫ്രോഗ്, ക്രെയിൻ, എക്സെട്ര എക്സെട്ര. സോ യു ഹാവ് ടു ആഡ് വൺ മോർ കോളം. ഓക്കെ, so we found that along with the animals there is soil, pebbles, water, etc. So let's discuss about it. So ഒരു സറൗണ്ടിങ്സിൽ ഒരു തരം ജീവികളെ ഉണ്ടാവുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ഹാബിറ്റാറ്റ് ആൻഡ് അഡാപ്റ്റേഷൻ. Habitat and adaptation. Habitat and adaptation. So we have listed so many animals in the column in table 9.1, isn't it? Yes. So do you list very different kind of organism in these two in these columns? Yes. Let's take two columns. Which are they? ഡെസേർട്ട് ആൻഡ് സീ. നമ്മൾ രണ്ട് കോളം എടുത്തിട്ട് അതിന് വെച്ച് കമ്പയർ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഹാബിറ്റാറ്റ് എന്താ, അഡാപ്റ്റേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ ലെറ്റ്സ് ടേക്ക് ടു കോളംസ്, ദാറ്റ് ഈസ് സീ ആൻഡ് ഡെസേർട്ട്. ആ സീയിലും ഡെസേർട്ടിലും ഒരേ ടൈപ്പ് ഓഫ് ഓർഗാനിസം ആണോ ഉള്ളത്? അല്ലല്ലോ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസം ആണ്. സോ ഇൻ ദ സീയിൽ എന്തൊക്കെയാണുള്ളത്?
പ്ലാന്റ്സ് ഉണ്ട്. സി അണ്ടർ സീയിൽ ഒരുപാട് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. നല്ല കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റ്സുകളും അനിമൽസും എവിടെയുണ്ട്, ഓർഗാനിസംസും എവിടെയുണ്ട്, അണ്ടർ ദ സീ, ഡീപ് സീയിലുണ്ട്. സോ പ്ലാന്റ്സ് ഉണ്ട്. അനിമൽസ് ആർ സറൗണ്ടഡ് ബൈ സലൈൻ വാട്ടർ. ഏറ്റവും വലിയ പ്രത്യേകത സീൻ്റെ എന്താണ്, ഈ പ്ലാന്റ്സും അനിമൽസും ഒക്കെ ദേ ആർ സറൗണ്ടഡ് ബൈ സലൈൻ വാട്ടർ, ഉപ്പ് വെള്ളം അല്ലേ. സീയിൽ സലൈൻ വാട്ടർ ഉണ്ട്. ദെൻ മോസ്റ്റ് ഓഫ് ദം ആർ യൂസ് എയർ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഈ എല്ലാ ഓർഗാനിസത്തിനും എയർ വേണം ബ്രീത്ത് ചെയ്യാൻ അല്ലേ. അവർക്ക് എങ്ങനെ എയർ എടുക്കുന്നത്? യെസ്, ആ വാട്ടറിൽ എയർ ഡിസോൾവ് ചെയ്യും. അതിൽ നിന്നാണ്, വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുള്ള എയർ ആണ് അവർ ബ്രീത്തിങ്ങിന് യൂസ് ചെയ്യുക. ദെൻ ഇൻ ദ കേസ് ഓഫ് ഡെസേർട്സ് വാട്ട് ഹാപ്പൻ? ഈ സീയിൽ ഒരുപാട് വാട്ടർ ഉണ്ടല്ലേ, അതുപോലെ ഡെസേർട്ടിൽ വാട്ടർ ഉണ്ടോ? ഇല്ല, ഡെസേർട്ടിൽ കുറച്ച് മാത്രമേ എന്തുള്ളൂ, വാട്ടർ ഉള്ളൂ. എന്നാൽ ഡെസേർട്ടിൽ എന്താണ് കൂടുതലുള്ളത്? യെസ്, മണലാണ് ഏറ്റവും കൂടുതലുള്ളത് അല്ലേ. ദെൻ and also in the sea it is very cold, and in the case of desert during daytime it is very hot, and during night it is very cold. പകല് ഡെസേർട്ട് മരുഭൂമി എന്ന് പറയുന്നത് നല്ല ചൂടായിരിക്കും. നമുക്കൊക്കെ കാല് വെച്ച് നടക്കാൻ ബുദ്ധിമുട്ടാണ്. രാത്രി എന്താ നേരെ ഓപ്പോസിറ്റാണ്, നല്ല തണുപ്പായിരിക്കും ഈ മരുഭൂമിയിൽ ഉണ്ടാവും. ദെൻ the animals and plants of the desert live on the desert soil. ഡെസേർട്ടിലുള്ള ആനിമൽസും പ്ലാന്റ്സും ഡെസേർട്ട് സോയിലാണ്. സീയിലുള്ള ആനിമൽസും പ്ലാന്റ്സും സലൈൻ വാട്ടറിലാണ് എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. സോ ദേ ബ്രീത്ത് എയർ ഫ്രം ദി സറൗണ്ടിങ്. ഡെസേർട്ടിൽ എന്താണ്, എയറിൽ നിന്നുള്ള എയർ ആണ് അവർ ബ്രീത്ത് ചെയ്യുക. സീയിൽ വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുള്ള എയർ ആണ് അവർ ബ്രീത്ത് ചെയ്യുക. ഓക്കെ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, ദെൻ the sea and desert are very different surroundings, and we find very different kind of plants and animals in these two regions. രണ്ട് റീജിയനിലും ഡിഫറെൻറ്റ് കൈൻഡ്സ് ആണല്ലേ. ഇതിൽ ക്യാമൽ, കാക്ടസ് അങ്ങനത്തെ ചില ഐറ്റംസ്, കള്ളിമുൾച്ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സ്. ദെൻ സീലാണെങ്കിൽ ഈ ക്യാമൽ സീലുണ്ടാവില്ലല്ലോ, ഇല്ല. സീലാണെങ്കിൽ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫിഷസ്, ക്രാബ്സ്, കാക്ടസ്, ഒക്ടോപ്പസ് എക്സെട്ര. സോ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ആനിമൽസ് ആണ് രണ്ടിലുള്ളത്. സോ ലെറ്റ്സ് ടേക്ക് 2 animals. നമുക്ക് രണ്ടിന്നും ഓരോ ആനിമൽസിൻ്റെ അടുത്ത് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഫസ്റ്റ് സീയിൽ നിന്ന് ഒരു ഫിഷിനെ എടുത്തു, ഡെസേർട്ടിൽ നിന്ന് ഒരു ക്യാമലിനെ എടുത്തു. ഫ്രം സീ we took fish, from desert we took camel. Camel, which means ഒട്ടകം. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ക്യാമൽ എങ്ങനെയാണ്? അവിടെ നമ്മൾ പറഞ്ഞു നമുക്ക് നടക്കാൻ കഴിയില്ല ഈ മരുഭൂമിയിൽ. പിന്നെ എങ്ങനെയാണ് ഈ ക്യാമൽ അവിടെ സർവൈവ് ചെയ്യുന്നത്? ക്യാമൽ ബോഡി സ്ട്രക്ചർ ഓഫ് എ ക്യാമൽ ഹെൽപ്സ് ടു സർവൈവ് ഇൻ ഡെസേർട്ട് കണ്ടീഷൻ. ആ ഡെസേർട്ട് കണ്ടീഷനിൽ സർവൈവ് ചെയ്യാനുള്ള, ജീവിക്കാനുള്ള എല്ലാ സ്ട്രക്ചറും ആർക്കുണ്ട്? ക്യാമലുണ്ട്. അതിൻ്റേതായ രീതിയിലാണ് അതിൻ്റെ സ്ട്രക്ചർ ഉള്ളത്. That is, camel have long legs which helps to keep their bodies away from the heat of the sun. ക്യാമലിൻ്റെ പ്രത്യേകത എന്താ? നല്ല നീളമുള്ള കാലുകളല്ലേ. It is very long and it has height. Its height is very high. സോ അവർക്ക് എന്തിനാണ് ഈ നീളമുള്ള കാല് കൊടുത്തിട്ടുള്ളത്? നീളമുള്ള കാലാവുമ്പോൾ എന്താണ്, ഈ സാൻഡിൽ നിന്ന് ഒരുപാട് ദൂരത്താവും അവരുടെ ബോഡി അല്ലേ. അപ്പോൾ അവർക്ക് ആ ഹീറ്റ് അധികം ദേഹത്ത് തട്ടില്ല. ദെൻ പിന്നെ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് അവർക്കുള്ളത് അവിടെ ജീവിക്കാൻ? ദേ എക്സ്ക്രീറ്റ് സ്മോൾ എമൗണ്ട് ഓഫ് യൂറിൻ. അവർ കുറച്ച് മാത്രമേ യൂറിൻ പാസ് ചെയ്യുള്ളൂ. ഓക്കെ, ദെൻ ദെയർ ഡങ് ഈസ് ഡ്രൈ. അവരുടെ ഡങ് എന്ന് പറയുന്നത് ഡ്രൈ ആണ്, അതിൽ വെള്ളം കുറവായിരിക്കും. ദെൻ ആൻഡ് ദേ ഡു നോട്ട് സ്വെറ്റ്. അവർ വിയർക്കൂല. അപ്പം എന്താണ്, മരുഭൂമിയിൽ കുറച്ച് വെള്ളമേ കിട്ടുള്ളൂ. അതിനനുസരിച്ചാണ് ഈ ക്യാമലിൻ്റെ ജീവിതവും. അവർ സർവൈവ് ചെയ്യുന്നതിനനുസരിച്ചാണ്. എന്താണ്, ക്യാമൽ കുറച്ച് മൂത്രമേ പുറത്തുവിടാക്കും. അതുപോലെ അതിൻ്റെ ക്യാമൽ ഡങ്ങിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ. അതുപോലെ അവർ വിയർക്കില്ല. കുറേ കുറേ യൂറിൻ പാസ് ചെയ്താലാണ് നമുക്ക് വീണ്ടും വെള്ളം കുടിക്കേണ്ടി വരിക. അപ്പോൾ കുറച്ച് യൂറിൻ പാസ് ചെയ്ത് കുറച്ച് വിയർക്കുന്നേ ഇല്ലെങ്കിൽ അവർക്ക് കുറച്ച് വെള്ളമല്ലേ മതിയാവുള്ളൂ.
അപ്പോൾ അതിനനുസരിച്ച് ഓരോ കണ്ടീഷൻസ് അനുസരിച്ച് അവർ ഓരോ ആനിമൽസിനും ഓരോ ജീവിത രീതിയാണ്. ഇനി വേറെ ഒരു കൗവിനെടുത്ത് മരുഭൂമിയിൽ കൊണ്ടിട്ട് അതിന് ഇവിടെ സർവൈവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഓരോ റീജിയനിലും ഒരു പ്രത്യേക തരം ആനിമൽസിനെ സർവൈവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനനുസരിച്ച് അതിൻ്റെ ഹാബിറ്റാറ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിൽ ബോഡിയിൽ ഒരുപാട് മെക്കാനിസംസ് അത് ഷോ ചെയ്യും. So camel lost very little water from their body. They can live for many days without water. ക്യാമൽസിന് കുറേ ദിവസം വെള്ളം ഇല്ലാതെ തന്നെ ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അതിന് മരുഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുന്നത്. Then in the case of fish, let's take fish. ഫിഷിൻ്റെ കാര്യത്തിൽ എന്താണ്? ഫിഷ് എവിടെയാണ് ജീവിക്കുക? യെസ്, അണ്ടർ ദ വാട്ടർ. Then അവരുടെ ഷേപ്പിന് എന്താ പ്രത്യേകത? All the one have shown here have the streamlined shape. In the picture, in your textbook there is a picture of camel and also the figure of different kinds of fish in page number 81. Look at that picture. Yes, ഇവിടെ കാണിച്ചിരിക്കുന്ന എല്ലാ ഫിഷിൻ്റെയും ഷേപ്പിന് എന്താ പ്രത്യേകത? എല്ലാവർക്കും ഏകദേശം ഒരേ ടൈപ്പിലാണ് അല്ലേ? ഇങ്ങനെയാണല്ലേ? എല്ലാവർക്കും കൂർത്തിട്ടുള്ള ശരീര പ്രകൃതാണ് ഉള്ളതല്ലേ? അതിന് പറയുന്ന പേരാണ് സ്ട്രീം ലൈൻഡ്. ദാറ്റ് യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ഇൻ ദ പ്രീവിയസ് ചാപ്റ്റർ. ഇതിൽ നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ പഠിച്ചതാണ് സ്ട്രീം ലൈൻഡ്. അപ്പോൾ അവർക്ക് ഏകദേശം ഒരു കൂർത്ത പൊടി. എന്തിനാണ് അതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? എന്തിനാണ്? വാട്ടറിലൂടെ ഈസി ആയിട്ട് പാസ് ചെയ്യാൻ. ദെൻ ദേ ഹാവ് ഫിൻസ് ഉണ്ട്. എന്തിന്? ഫിൻസ് ആൻഡ് ടെയിൽസ്. ടെയിലുണ്ട്, ബാക്കിലുള്ള ടെയിലുണ്ട്, അതുപോലെ ഫിൻസ് ഉണ്ട് അതിൻ്റെ ബോഡിയിൽ. അതെന്തിനാണ്? വാട്ടറിൽ ബാലൻസ് ചെയ്യാൻ, അതുപോലെ വാട്ടറിലൂടെ മൂവ് ചെയ്യാൻ അതിനെ സഹായിക്കും. ദെൻ ദേ ഹാവ് സ്കെയിൽസ്, ചെകിളകൾ. അതെന്തിനാണ്? ബ്രീത്ത് ചെയ്യാൻ അവർക്ക് ചെകിളകളുണ്ട് അല്ലേ? മീനിൻ്റെ പുറത്ത് ചെകിളകളുണ്ട്. അതെന്തിനാണ്? അതിലൂടെയാണ് അവർ ബ്രീത്ത് ചെയ്യുന്നത്. ഈ വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുള്ള ഓക്സിജൻ അവർ ആ എയർ ആ ചെകിളകളുടെ ഉള്ളിലോട്ട് പോകും. അങ്ങനെയാണ്. എന്നിട്ട് വാട്ടറിൽ നിന്ന് അത് വലിച്ചെടുത്തിട്ട് വാട്ടർ പുറത്തു വിടും. ഇങ്ങനെയാണ് അവർ എന്ത് ചെയ്യുക? ബ്രീത്ത് ചെയ്യുന്നത്. സ്കെയിൽസ്. ദേ ഹാവ് സ്ലിപ്പറി സ്കെയിൽസ് ഓൺ ദെയർ ബോഡി. ദെൻ the gills present in the fish help them to use oxygen dissolved in water. Then we see that the features of a fish help to live inside water. അപ്പോൾ ഈ ഫിഷിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ അതിനെ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? വാട്ടറിൽ ജീവിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. വാട്ടറിൽ ജീവിക്കാൻ വേണ്ട ആവശ്യമായ എല്ലാ ഫീച്ചേഴ്സും ആർക്കുണ്ട്? ഫിഷിനുണ്ട്. വാട്ടറിൽ ബാലൻസ് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ഫിഷിനുണ്ട്. വാട്ടറിൽ സ്വിം ചെയ്ത് പോകാനുള്ള ഫീച്ചേഴ്സ് ഫിഷിനുണ്ട്. അപ്പോൾ ആ ഫിഷിനും ആ സീയിൽ സർവൈവ് ചെയ്യാൻ എല്ലാ കണ്ടീഷൻസും ഫിഷിന് ഉണ്ടല്ലേ? സോ ദ ഫീച്ചേഴ്സ് ഓഫ് ക്യാമൽ ഹെൽപ്സ് ടു സർവൈവ് ഇൻ എ ഡെസേർട്ട്. ഫിഷിന് വെള്ളത്തിൽ ജീവിക്കാനുള്ള എല്ലാ ഫീച്ചേഴ്സും അതിനുണ്ട്. അതുപോലെ ക്യാമലിന് ഡെസേർട്ടിൽ ജീവിക്കാനുള്ള എല്ലാ കണ്ടീഷൻസും എല്ലാ ഫീച്ചേഴ്സും ക്യാമലിനും ഉണ്ട് അല്ലേ? ദെൻ so we have taken 2 examples from a very wide varieties of animals and plants. കുറേ വൈഡ് വെറൈറ്റീസ് ഓഫ് ആനിമൽസ് ജസ്റ്റ് 2 എക്സാമ്പിൾസ് എടുത്താണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് നമ്മൾ ടോപ്പിക്കിനോട് വരാം. വാട്ട് ഈസ് ഹാബിറ്റാറ്റ് ആൻഡ് അഡാപ്റ്റേഷൻ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓർഗാനിസം ഹാവ് സർട്ടൻ ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദം ടു ലിവ് ഇൻ ദ സറൗണ്ടിങ്സ് ഇൻ വിച്ച് ദേ ആർ നോർമലി ഫൗണ്ട്. അവർ നോർമലി കാണുന്ന ഇപ്പോൾ ഒരു ആനിമൽ എവിടെയാണോ അത് കാണപ്പെടുന്നത് അവിടെ ആ സാഹചര്യത്തിനേറ്റ് ആ സറൗണ്ടിങ്സിനേറ്റ് ഒത്തിണങ്ങി പോകാനുള്ള എല്ലാ ഫീച്ചേഴ്സും അതിൻ്റെ ശരീരത്തിലുണ്ടാകും. അതിനനുസരിച്ചായിരിക്കും അത് കാണപ്പെടുക. അത് വേറെ അതിന് പറ്റാത്ത സറൗണ്ടിങ്സിൽ പോയാൽ അതിന് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. സോ the presence of specific features, ഇതിനെയാണ് the presence of specific features of certain habits which enable an organism to live naturally in a place is called its adaptation. അഡാപ്റ്റേഷൻ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ക്യാമലിന് എന്നാൽ ക്യാമൽ കുറച്ച് യൂറിനെ പാസ് ചെയ്യുള്ളൂ, അതിന് നീളല്ല ലെഗ്സ് ഉണ്ട്. അതൊക്കെ എന്തിനാണ്? ആ പ്രത്യേക
പ്രത്യേക സാഹചര്യത്തിൽ അതിന് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ സർട്ടൻ ഫീച്ചേഴ്സ്, സ്പെസിഫിക് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഹാബിറ്റ് എന്നാൽ അത് കുറച്ച് യൂറിനെ പാസ് ചെയ്യുള്ളൂ, അത് എൻ്റെ ഒരു ഹാബിറ്റാണ്. അങ്ങനെ ഹാബിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ ലെഗ്സ്, നീളമുള്ള ലെഗ്സ്, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒരു ഓർഗാനിസത്തിനുണ്ട്. വിച്ച് എനാബിൾ ദാറ്റ് ഓർഗാനിസം ടു ലിവ് നാച്ചുറലി ഇൻ എ പ്ലേസ് ഈസ് കോൾഡ് ഇറ്റ്സ് അഡാപ്റ്റേഷൻ. അതിന് വരുന്ന ഫീച്ചേഴ്സിന് പറയുന്ന പേരാണ്, അതിന് ഉൾക്കൊള്ളുന്നതിനാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ക്യാമൽസിന് അതിൻ്റെതായ അഡാപ്റ്റേഷൻസ് അക്സെപ്റ്റ് ചെയ്തിട്ടാണ് അത് അവിടെ ജീവിക്കുന്നത്. ഫിഷിനും അതിൻ്റെതായ അഡാപ്റ്റേഷൻ ഉണ്ട്. ഓക്കെ, ദ പ്രസൻസ് ഓഫ് സ്പെസിഫിക് ഫീച്ചേഴ്സ് ഓർ സർട്ടൻ ഹാബിറ്റ്സ് which enable an organism to live naturally in a place is called adaptation. Okay, അതിനാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്, സ്പെസിഫിക് ഫീച്ചേഴ്സ് ഉള്ളത്. Okay, then what is habitat? Okay, then adaptation of organism differ depending on their place of dwelling. That is why a fish cannot live out of water and camel cannot live in sea. അപ്പോൾ ഈ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ഓരോ ആനിമൽസിനും ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോ സറൗണ്ടിങ്സ് അനുസരിച്ചായിരിക്കും അഡാപ്റ്റേഷൻ മാറുക. ക്യാമലിന് അതിൻ്റെ ഡെസേർട്ട് അനുസരിച്ച് അതിൻ്റെ അഡാപ്റ്റേഷൻ, ഫിഷിന് സീ അനുസരിച്ച്. എന്നാൽ ഫിഷിന് ഡെസേർട്ടിലും ജീവിക്കാൻ സാധിക്കില്ല, ക്യാമലിന് സീയിലും ജീവിക്കാൻ സാധിക്കില്ല. കാരണം ക്യാമലിനുള്ളത് ഡെസേർട്ടിൽ ജീവിക്കാനുള്ള അഡാപ്റ്റേഷനാണ്, ഫിഷിനുള്ളത് സീയിൽ ജീവിക്കാനുള്ള അഡാപ്റ്റേഷനാണ്. ഓക്കെ, ദെൻ the place where organism live is called habitat. എവിടെയാണോ ആനിമൽ ലീവ് ചെയ്യുന്നത്, ജീവിക്കുന്നത്, ആ സ്ഥലത്തിന് ആ ആനിമലിന് ഹാബിറ്റാറ്റ് ആണ് ആ സ്ഥലം. ഓക്കെ, ക്യാമലിൻ്റെ ഹാബിറ്റാറ്റ് ഏതാണ്? ഇറ്റ് ഈസ് ഡെസേർട്ട്. ഫിഷിൻ്റെ ഹാബിറ്റാറ്റ് ഏതാ? സീ. ആൻഡ് ദെൻ ലയണിൻ്റെ ഹാബിറ്റാറ്റ് ഏതാ? യെസ്, ഇറ്റ് ഈസ് ഫോറസ്റ്റ്. അങ്ങനെ ഓരോ ആനിമൽസിനും ഓരോ ഹാബിറ്റാറ്റ്, അവർ ജീവിക്കുന്ന സറൗണ്ടിങ്സിന് പറയുന്ന പേരാണ് ഹാബിറ്റാറ്റ്. ഓക്കെ, ഹാബിറ്റാറ്റ് മീൻസ് എ ഡ്വെല്ലിംഗ് പ്ലേസ് അറ്റ് എ ഹോം. നമ്മുടെ ഹോം, അതാണ് നമ്മുടെ ഹാബിറ്റാറ്റ്. നമ്മുടെ ഹാബിറ്റാറ്റ് എന്താണ്? നമ്മുടെ വീടാണ് നമ്മുടെ ഹാബിറ്റാറ്റ്. ദെൻ the habitat provides food, water, air, shelter and other needs to organism. ഒരു ഹാബിറ്റാറ്റ് ഒരു ഓർഗാനിസത്തിന് എന്തൊക്കെ കൊടുക്കും? ഫുഡ് കൊടുക്കും, ദെൻ വാട്ടർ, എയർ കൊടുക്കും. ഇപ്പോൾ നമ്മളെവിടെയാണ് ജീവിക്കുന്നത് അവിടുത്തെ എയർ അല്ലേ നമ്മൾ ഉപയോഗിക്കുക, അപ്പോൾ നമുക്ക് എയർ കിട്ടും. ഫുഡ്, നമ്മൾ ജീവിക്കുന്നിടത്ത് നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് ഫുഡ് കിട്ടും അല്ലേ? ഫുഡ്, വാട്ടർ, എയർ ആൻഡ് ഷെൽട്ടർ, തണലും കിട്ടും. അപ്പോൾ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആനിമലിൻ്റെ എവിടെയാണോ ജീവിക്കുന്നത് അതാണ് അതിൻ്റെ ഹാബിറ്റാറ്റ്. ആ ഹാബിറ്റാറ്റിന് അതിന് വാട്ടർ, എയർ, ഫുഡ്, ഷെൽട്ടർ ഇതൊക്കെ കിട്ടും. ദെൻ several kinds of plants and animals live in the same habitat. ഒരു ഹാബിറ്റാറ്റിൽ തന്നെ പലതരം പ്ലാന്റ്സും ആനിമൽസും ഉണ്ടാവും. ഇപ്പോൾ സപ്പോസ് സീയിൽ ഫിഷ് ഉണ്ട്, ഫിഷിൻ്റെ ഹാബിറ്റാറ്റ് എന്താണ്? സീ ആണ്. വേറൊരു ക്രാബ് ഉണ്ട്, ആ ക്രാബിൻ്റെ ഹാബിറ്റാറ്റ് എന്താണ്? സീ തന്നെയാണ്. അപ്പോൾ ഒരു ഹാബിറ്റാറ്റിൽ തന്നെ ഒരുപാട് ആനിമൽസും പ്ലാന്റ്സും ഉണ്ടാവും. ഓക്കെ, ദെൻ the plants and animals that live on land are said to live in terrestrial habitat. കരയിൽ ജീവിക്കുന്ന പ്ലാന്റ്സും ആനിമൽസിനും ഹാബിറ്റാറ്റിന് എന്ത് പറയുന്നു? എന്താ പറയുക? യെസ്, ടെറസ്ട്രിയൽ. കരയിൽ ജീവിക്കുന്ന പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഹാബിറ്റാറ്റ് എന്താണ്? കരയിൽ ജീവിക്കുന്നവർ നമ്മൾ എന്താ ആനിമൽസിന് എന്താ പറയുക? യെസ്, ടെറസ്ട്രിയൽ ആനിമൽ എന്താ പറയുക. അപ്പോൾ അതിൻ്റെ ഹാബിറ്റാറ്റിന് ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ് എന്ന് പറയും. ഓക്കെ, ഇനി അപ്പോൾ നിങ്ങൾക്ക് തന്നെ പറയാം വെള്ളത്തിൽ ജീവിക്കുന്ന ആനിമൽസിൻ്റെ പ്ലാന്റ്സിൻ്റെ ഹാബിറ്റാറ്റിന് അപ്പോൾ എന്തായിരിക്കും പറയാം? യെസ്, ഇറ്റ് ഈസ് അക്വാട്ടിക് ഹാബിറ്റാറ്റ്. കരയിൽ ജീവിക്കുന്ന ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും സറൗണ്ടിങ്സ് ഹാബിറ്റാറ്റിന് പറയുന്ന പേര് ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ്. വെള്ളത്തിൽ ജീവിക്കുന്ന പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും സറൗണ്ടിങ്സിൻ്റെ ഹാബിറ്റാറ്റിന് പറയുന്ന പേര് അക്വാട്ടിക് ഹാബിറ്റാറ്റ്സ്. ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ്സിന് എക്സാമ്പിൾസ് ആണ് ഡെസേർട്സ്, ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, പുൽമേടുകൾ, ദെൻ ഗ്രാസ് ലാൻഡ്സ്, കോസ്റ്റൽ കടൽ തീരങ്ങൾ, മൗണ്ടെയിൻ മലകൾ, റീജിയൻ, ഇതൊക്കെ ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ്സ് ആണ്. ഏതൊക്കെയാണ്?
ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ്സ് ആണ് ഫോറസ്റ്റ്, ഡെസേർട്ട്. ഇങ്ങനെ കരയിലുള്ള എല്ലാ ഹാബിറ്റാറ്റ്സും എക്സാമ്പിൾസ് ആണ് ഇത് ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ്സ്. ഫോറസ്റ്റ്, ഡെസേർട്ട്, കോസ്റ്റൽ കടൽ തീരം, കടലല്ല കടൽ തീരം, മൗണ്ടെയിൻ, ഗ്രാസ് ലാൻഡ് പുൽമേട് ഇതൊക്കെ. ദെൻ അക്വാട്ടിക് ഹാബിറ്റാറ്റ്സിന് എക്സാമ്പിൾസ് ആണ് ലേക്സ്, റിവേഴ്സ്, തടാകങ്ങൾ, പുഴകൾ, റിവേഴ്സ്, സീ, പോണ്ട് etc. are the examples for aquatic habitats. Okay, there are large variation among terrestrial habitats like forest, mountain regions located, forest, grassland, deserts, coastal and mountain region located in different parts of the world. ഇപ്പോൾ ഇവിടെയുള്ള ഫോറസ്റ്റ് പോലെ ആവില്ല, ഇവിടെയുള്ള ഫോറസ്റ്റിലെ ആനിമൽസ് പോലെ ആവില്ല ഇപ്പോൾ സപ്പോസ് അമേരിക്ക അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക അവിടെയുള്ള ഫോറസ്റ്റിലെ ആനിമൽസ്. ഡിഫറെൻറ്റ് ഫോറസ്റ്റുകൾ തമ്മിലും ഡിഫറെൻറ്റ് മൗണ്ടെയിൻസ് തമ്മിലും തന്നെ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പല സ്ഥലത്തും പല ടൈപ്പിലുള്ള ഓർഗാനിസം ആവും കാണപ്പെടുക. ദെൻ നെക്സ്റ്റ് ഓർഗാനിസം ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ലിവിങ് ഇൻ എ ഹാബിറ്റാറ്റ് ആർ ഇറ്റ്സ് ബയോട്ടിക്. നമ്മൾ പറഞ്ഞു ഒരു ഹാബിറ്റാറ്റിൽ തന്നെ ഒരുപാട് തിങ്സ് ഉണ്ട്. നമ്മൾ ആ കോളത്തിൽ ലിസ്റ്റ് ചെയ്തു. ഡെസേർട്ടിൽ തന്നെ ക്യാമല്, കാക്ടസ്, സോയില്, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. സീയിൽ അതുപോലെ ഫിഷ്, ക്രാബ്, സീ വാട്ടർ, സോയില്, റോക്സ്, സ്റ്റോൺസ്, പെബിൾസ്, കോറൽസ് എക്സെട്ര, അങ്ങനെ ഒരുപാട് ഓർഗാനിസം ആണ്. ഇതിൽ ജീവനുള്ള അതായത് പ്ലാന്റ്സും ആനിമൽസിനൊക്കെയാണ് ബയോട്ടിക് കമ്പോണൻസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ബയോട്ടിക് കമ്പോണൻസ്? ബയോട്ടിക് കമ്പോണൻസ്. ദെൻ സോയിൽ, പെബിൾസ് ഇങ്ങനത്തെ ഐറ്റംസിനൊക്കെ എന്താ പറയുക? യെസ്, അബയോട്ടിക് കമ്പോണൻസ്. ബയോട്ടിക് ആൻഡ് അബയോട്ടിക്, ബയോട്ടിക് ആൻഡ് അബയോട്ടിക്, ജീവനുള്ള കമ്പോണൻസ് ബയോട്ടിക് കമ്പോണൻസ് ആൻഡ് ജീവനില്ലാത്ത നോൺ ലിവിങ് ഓർഗാനിസം, നോൺ ലിവിങ് തിങ്സ് അബയോട്ടിക് കമ്പോണൻസ്. ഓക്കെ, റോക്ക്, സോയില്, എയർ, വാട്ടർ ഇതൊക്കെ അബയോട്ടിക് കമ്പോണൻസ് ആണ്. ആൻഡ് ആർ സൺലൈറ്റ് ആൻഡ് ഹീറ്റ് ബയോട്ടിക് ഓർ അബയോട്ടിക് കമ്പോണൻസ്? സൺലൈറ്റ്, ഹീറ്റ് ഏതാണ്? യെസ്, ഇറ്റ് ഈസ് ഓൾസോ അബയോട്ടിക് കമ്പോണൻസ്. ദെൻ so let's discuss about is it possible to live without abiotic factors? ഒരു abiotic factors അതായത് എയർ, വാട്ടർ, സോയിൽ, റോക്സ് ഇതൊന്നും ഇല്ലാതെ, അബയോട്ടിക് ഫാക്ടേഴ്സ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ആനിമൽസിന് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. there is an activity 2 in page number 82. അതായത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു ആക്ടിവിറ്റി ചെയ്തിരുന്നു. എന്താണ്? പയറ് മുളപ്പിച്ചു അല്ലേ? എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ സീഡ്സ്, ഈ പയറ് അല്ലെങ്കിൽ കടല കുറച്ചെടുത്തിട്ട് നമ്മൾ പറഞ്ഞു പയറ് മുളച്ചു അല്ലേ, സ്പ്രൗട്ട് ചെയ്തു. ഈ സ്പ്രൗട്ട് ചെയ്യുന്നതിന് എന്താ പറയുക? നിങ്ങൾ 5th പഠിച്ചതാണ്. യെസ്, ജെർമിനേറ്റഡ്. ഇറ്റ് ഈസ് സെഡ് ടു ബി ജെർമിനേറ്റഡ്. മുളക്കുന്നതിന് ജെർമിനേഷൻ എന്നാണ്. അപ്പോൾ ഈ ജെർമിനേഷൻ എന്ന് പറയുന്നത് ഈ വിത്ത്, അതായത് ഈ പയറ് മുളച്ചു പുതിയ പ്ലാന്റ് ഉണ്ടാകുന്നതാണ് ഈ ജെർമിനേഷൻ അല്ലേ? അങ്ങനെ പുതിയ പ്ലാന്റായി മാറുന്നു അല്ലേ? അതാണ് അതിൻ്റെ ലൈഫിലെ ഫസ്റ്റ് സ്റ്റേജാണ്. ആ പ്ലാന്റിൻ്റെ ലൈഫിലെ ഫസ്റ്റ് സ്റ്റേജാണ് അതല്ലേ? എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആക്ടിവിറ്റി ഇതാണ്. ഈ പയർ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൂവ് സീഡ്സ്, നിങ്ങൾ അന്ന് കഴിഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൽ ചെയ്ത പോലെ പയറെടുത്തിട്ട് എന്ത് ചെയ്യുക? കുറച്ച് പയർ മാറ്റി വെക്കുക, 20 to 30 സീഡ്സ് വരെ മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കി എടുത്തിട്ട് വാട്ടറിൽ സൂക്ക് ചെയ്യുക. വാട്ടറിൽ സൂക്ക് ചെയ്ത് വെക്കുക, 1 day സൂക്ക് ചെയ്യുക. എന്നിട്ട് ആ 1 day സൂക്ക് ചെയ്ത് വെച്ച പയറെടുത്തിട്ട് സൂക്ക് ചെയ്ത് വെച്ച പയറിനെ 4 ആക്കി ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഒരു പാർട്ട് എന്ത് ചെയ്യുക? വാട്ടറിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് സൂക്ക് ചെയ്ത് വെക്കുക. ദെൻ രണ്ടാമത്തെ പാർട്ട് പ്ലേസ് ഇറ്റിനെ സണ്ണി റൂം, നല്ല വെയിൽ തട്ടുന്ന ഒരു റൂമിൽ കൊണ്ടുവയ്ക്കുക. ദെൻ മൂന്നാമത്തെ പാർട്ട് ഒരു കബോർഡിൽ അല്ലെങ്കിൽ ഒരു ഇരുട്ട് റൂമിൽ, ഡാർക്ക് റൂമിൽ പ്ലേസ് ചെയ്യുക. ദെൻ 4th പാർട്ട് യു ഹാവ് ടു പ്ലേസ് ഇറ്റ് ഇൻ എ കോൾഡ് സറൗണ്ടിങ്സ്. ഫോർ എക്സാമ്പിൾ ഇൻ എ റെഫ്രിജറേറ്റർ അവിടെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഒബ്സർവ് ചെയ്യുക 2-3-4 ദിവസത്തിന് അതിൻ്റെ ജെർമിനേഷൻ ഒബ്സർവ് ചെയ്യുക. 4
കണ്ടീഷനിലും ഒരേപോലെ ആവുമോ ജെർമിനേഷൻ ഉണ്ടാവുക? അല്ല. ചിലപ്പോൾ സ്ലോ ആയിട്ടാവും, ചിലതിൽ ജെർമിനേഷൻ ഉണ്ടാവില്ല. കാരണം എന്താണ്? ഈ 4 കണ്ടീഷനിൽ എന്താ ഡിഫറൻസ് ഉള്ളത്? യെസ്, the abiotic factors present in these 4 conditions are different. ചിലതിൽ സൺലൈറ്റ് ചിലതിലില്ല, ചിലതിലുണ്ട്. ദെൻ വാട്ടർ ചിലതിലില്ല, ചിലതിലുണ്ട്. സോ എന്താണ് ഇതിൽ നിങ്ങൾക്ക് ഇൻഫർ ചെയ്യാൻ സാധിക്കുന്നത്? യെസ്, ഫോർ ഓൾ ലിവിങ് ഓർഗാനിസം ദേ നീഡ് abiotic factors to live. ഓക്കെ, abiotic factors എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും ജീവിക്കാൻ അത്യാവശ്യമാണ്. ദെൻ ഓൾസോ ദേ അഡാപ്റ്റ് according to their surroundings. Adaptation is the method by which organisms get well adjusted to the climate. ഒരു ക്ലൈമറ്റിനായിട്ട് ഒരു ഓർഗാനിസം അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് എന്ത്? അഡാപ്റ്റേഷൻ. അഡാപ്റ്റേഷൻ ഷോർട്ട് ടൈമിലൊന്നും നടക്കില്ല. അഡാപ്റ്റേഷന് കുറച്ച് ടൈം എടുക്കും. കാരണം നമ്മുടെ ചുറ്റുള്ള അബയോട്ടിക് ഫാക്ടേഴ്സും ചേഞ്ച് ചെയ്യാൻ ടൈം എടുക്കും. സോ organism adapt to different abiotic factors in different ways. This results in a wide variety of organisms in different habitats. Okay, so let's discuss about different types of habitat. Okay, first let's discuss about deserts. We have already discussed about deserts, isn't it? Yes. Which are the types of animals that found in deserts? Yes, camel, rat, snake, etc. Camelന്റെ adaptation നമ്മൾ പറഞ്ഞു. എന്തൊക്കെ adaptations ആണ് ക്യാമലിനുള്ളത്? യെസ്, they have long legs, then they pass some urine, then the water in the dung is very less, and also they sweat very less amount. So അതാണ് ക്യാമലിന്റെ adaptation. Then there are some other animals such as rats, snake, എലി, പാമ്പ്. ഈ ആനിമൽസ് എവിടെയുണ്ട്? ഡെസേർട്സിലുണ്ട്. അപ്പോൾ ക്യാമലിന് ലോങ് ലെഗ്സ് ഉണ്ട്, എന്ത്? ചൂടിൽ നിന്ന് രക്ഷ നേടാൻ. അങ്ങനെയെങ്കിൽ റാറ്റ്സിനും സ്നേക്സിനും ലോങ് ലെഗ്സ് ഇല്ലല്ലോ. then how they survive in the deserts? Yes, they go into deep soil, into the burrows deep in the sand. സാൻഡിൻ്റെ അടിയിൽ എന്തുണ്ട്? മാളങ്ങളുണ്ട്. You can see in the picture figure 9.4 in page number 83. You can see here ഇത് സോയിലാണ് കാണുന്നത്. സോയിലിൻ്റെ ഉള്ളിലൂടെ അവരെന്ത് ചെയ്യും? തുറന്ന് അടിയിലോട്ട് പോകും. എന്നിട്ട് അടിയിൽ അവർ മാള ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഡ്യൂറിങ് ഡേ ടൈം ഡെസേർട്ടിൽ എന്താ പ്രത്യേകത? ഡെസേർട്ടിൽ നല്ല ഹോട്ടായിരിക്കും. ആ ടൈമിൽ അവരെന്ത് ചെയ്യും? ഈ മാളത്തിൽ ബറോസിൽ പോയി ഒളിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഡ്യൂറിങ് നൈറ്റ് ടൈം what happen is it is very cold in the night, so they comes out. നൈറ്റിൽ അവരെന്ത് ചെയ്യും? മാളത്തിൽ നിന്ന് പുറത്തോട്ട് വരും. കാരണം നൈറ്റ് ആവുമ്പോഴാണ് ഡെസേർട്സ് തണുക്കുന്നത്. So these are the animals. Then is there any adaptation for plants in deserts? Animalsine pole plantsനും adaptations undo. You can see the plants that found in deserts in figure 9.5. Did you see this pictures? Yes, ഇതാണ് ഡെസേർട്സിൽ ഉണ്ടാകുന്ന ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്. കല്ലുമുൾ ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ പ്ലാന്റ്സിനും ഇതേപോലെ ക്യാമൽസിനൊക്കെ ഉള്ള പോലെ അഡാപ്റ്റേഷൻസ് ഉണ്ടോ എന്നാണ്. യെസ്, ദേ ഹാവ്. ഡെസേർട്സ് പ്ലാന്റ്സ് ലോസ് വെരി ലിറ്റിൽ വാട്ടർ ത്രൂ ട്രാൻസ്പിരേഷൻ. അതിനൊരു ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ട്, ആക്ടിവിറ്റി 3. നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ ചെയ്ത പോലെ ഒരു പ്ലാന്റ് എടുക്കുക, നോർമൽ പ്ലാന്റ് എടുക്കുക. അതുപോലെ അതിൻ്റെ കൂടെ ഡെസേർട്ട് പ്ലാന്റ്, ക്യാക്ടസോ അതുപോലെ ഡെസേർട്ട് പ്ലാന്റ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുൾഭാഗം ഒരു കവർ വെച്ചിട്ട്, പോളിത്തീൻ കവർ വെച്ചിട്ട് ടൈ ചെയ്ത് വെക്കുക. ഇതിൻ്റെ അതുപോലെ പോളിത്തീൻ കവർ വെച്ചിട്ട് ടൈ ചെയ്ത് വെക്കുക. ആഫ്റ്റർ സം ടൈം വാട്ട് ഹാപ്പൻ? യെസ്, ഈ കവറിൽ നമുക്ക് വാട്ടർ ഡ്രോപ്സ് കാണാം. കാരണം എന്താ? ലീവ്സിൽ നിന്ന് ട്രാൻസ്പിരേഷൻ എന്ന പ്രോസസ്സ് വഴി വാട്ടർ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് വി ഹാവ് ലേൺഡ് ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസിൻ്റെ. എന്നിട്ട് കമ്പയർ ചെയ്യുക ഈ പ്ലാന്റിൻ്റെയും ഈ ഡെസേർട്ട് പ്ലാന്റിൻ്റെയും ട്രാൻസ്പിരേഷൻ കമ്പയർ ചെയ്യുക. എന്തായിരിക്കും? ഇതിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് തീരെ ഉണ്ടാവില്ല, ഇതിലായിരിക്കും ഒരുപാട് ഉണ്ടാവുക. കാരണം എന്താണ്? ഈ പ്ലാന്റ്സ് ഡെസേർട്ടിലാണ് ജീവിക്കുന്ന കാരണം അതുകൊണ്ട് അതിന് ട്രാൻസ്പിരേഷൻ വഴി കുറച്ച് വെള്ളം പുറത്തു പോവുകയുള്ളൂ. ഓക്കെ, ആൻഡ് ഓൾസോ ദേ ഡു നോട്ട്
സം ഓഫ് ദ പ്ലാന്റ്സ് ഡു നോട്ട് ഹാവ് ലീവ്സ് ഇറ്റ്സെൽഫ്. ലീഫിലൂടെ തന്നെ എന്ത് വാട്ടർ പുറത്തു പോകും അല്ലേ, ട്രാൻസ്പിറേഷൻ എന്ന പ്രോസസ്സ് വഴി നീരാവിയായിട്ട് ലീവ്സിലെ വെള്ളം വറ്റിപ്പോവും. അപ്പോൾ ഡെസേർട്ടിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ, അപ്പോൾ അതിന് കുറേ വെള്ളം അതിന് സംഭരിച്ച് വെക്കണം. അപ്പോൾ അതിൻ്റെ ട്രാൻസ്പിറേഷൻ വഴി കുറച്ച് വെള്ളമേ പോവുള്ളൂ. അതുപോലെ അതിൻ്റെ ലീവ്സ് എന്ന് പറഞ്ഞാൽ നാരോ ആയിട്ടുള്ള കട്ടി കുറഞ്ഞ വീതി കുറഞ്ഞ ലീവ്സ് ആയിരിക്കും. ചില പ്ലാന്റ്സിന് ലീവ്സേ ഉണ്ടാവില്ല. നിങ്ങൾ പിക്ചറിൽ കാണുന്ന കാക്ടസ്, കള്ളിമുൾച്ചെടീൻ്റെ ഒക്കെ ആ ഗ്രീൻ കളറിലുള്ള മുള്ളൊക്കെയുള്ള ഭാഗമല്ലേ, അത് ശരിക്കും അതിൻ്റെ ലീവ്സ് അല്ല, അത് അതിൻ്റെ സ്റ്റെമ്മാണ്. ലീവ്സ് ചെറുതായിരിക്കും, കാരണം ചെറുതായാലേ ട്രാൻസ്പിറേഷൻ വഴി വെള്ളം പോവാതിരിക്കുള്ളൂ. ആ പ്ലാന്റ്സിൻ്റെ ഈ ഡെസേർട്ട് പ്ലാന്റ്സിൻ്റെ സ്റ്റെമ്മിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്, ലീവ്സിലല്ല. ഓക്കെ, സോ ദിസ് ഹെൽപ്സ് ഇൻ റിഡ്യൂസിങ് ലോസ് ഓഫ് വാട്ടർ ഫ്രം ദ ലീവ്സ് ത്രൂ ട്രാൻസ്പിറേഷൻ. ഓക്കെ, then and also their stem is also covered with a thick waxy layer. അവരുടെ സ്റ്റെമ്മിൽ ഒരു വാക്സി ലെയറും കൂടി ഉണ്ട്. എന്തിനാണ്? വാട്ടർ സ്റ്റെമ്മിലൂടെ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, വാട്ടർ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഈ കാക്ടസിനൊക്കെ ഒരു ഒട്ടിപ്പിടിക്കുന്ന വാക്സ് പോലത്തെ ഒരു ലെയറും കൂടി അതിൻ്റെ പുറത്തുണ്ടാവും. സോ മോസ്റ്റ് ഡെസേർട്ട് പ്ലാന്റ്സ് ഹാവ് റൂട്ട്സ് that go very deep into the soil for absorbing water. ഈ പ്ലാന്റ്സിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെയൊക്കെ ഡെസേർട്ടിലുള്ള പ്ലാന്റ്സിൻ്റെ പ്രത്യേകത, അവരുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ നല്ലോണം ഡീപ്പായിട്ട് സോയിലിൻ്റെ അടിയിലോട്ട് പോകും. എന്തിനാണ്? വെള്ളം എവിടെയാണ് അവിടുന്ന് തേടി പിടിച്ച് അത് അബ്സോർവ് ചെയ്യാൻ. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് ഡെസേർട്ട്. ദെൻ മൗണ്ടെയിൻ, നെക്സ്റ്റ് ഹാബിറ്റാറ്റ് ആണ് മൗണ്ടെയിൻ. മൗണ്ടെയിൻ്റെ പ്രത്യേകത എന്താ? യെസ്, it is very cold in the mountain. മൗണ്ടെയിനിൽ നല്ല തണുപ്പായിരിക്കും അല്ലേ. ദെൻ മൗണ്ടെയിൻസിലുള്ള പ്ലാന്റ്സ് കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, പേജ് നമ്പർ 84. ഇതുപോലത്തെ കോൺ ഷേപ്ഡ് ആയിട്ടുള്ള ട്രീസ് ആയിരിക്കും അല്ലേ. കോൺ ഷേപ്ഡ് ആയിട്ടുള്ള ട്രീസ് ആയിരിക്കും എവിടെ ഉണ്ടാവുക? മൗണ്ടെയിൻസിൽ ഉണ്ടാവുക. ഇതെന്തിനാണ് ഈ കോൺ ഷേപ്ഡ് ട്രീസ്? അതുപോലെ അതിൻ്റെ ബ്രാഞ്ചസ് എന്ന് പറഞ്ഞത് സ്ലോപ്പി ആയിരിക്കും, ചെരിഞ്ഞിട്ടുള്ള ബ്രാഞ്ചസ് ആയിരിക്കും. ഇതെന്തിനാ? ലീവ്സ് അതുപോലെ നീളത്തിൽ നീഡിൽ പോലെ വീതിയില്ലാതെ നീഡിൽ പോലെ ആയിരിക്കും അതിൻ്റെ ലീവ്സ്. എന്തിനാണ് ഇതൊക്കെ? യെസ്, വാട്ടറിന് പെട്ടെന്ന് സ്ലോപ്പ് ചെയ്ത് വാട്ടറിന് ഒഴുകി പോകാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ്. അപ്പോൾ ആ ഹാബിറ്റാറ്റിന് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫീച്ചേഴ്സൊക്കെ ആ പ്ലാന്റ്സിന് ഉള്ളത്. അതുപോലെ അവിടെ ഈ മൗണ്ടെയിൻ റീജിയൻ എന്ന് പറഞ്ഞാൽ കോൾഡ് ആയിരിക്കും, വിൻഡി ആയിരിക്കും, നല്ല കാറ്റായിരിക്കും അല്ലേ മൗണ്ടെയിൻ റീജിയനിൽ. അതുപോലെ ചില മൗണ്ടെയിനിൽ നല്ല സ്നോഫോളും ഉണ്ടാവും അല്ലേ, മഞ്ഞ് വീഴുന്ന കണ്ടിട്ടില്ലേ. ഓക്കെ, അവിടെ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്താണ്? മൗണ്ടെയിൻ റീജിയനിലെ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്താണ്? കോൺ ഷേപ്ഡ് ആയിരിക്കും. ദെൻ ദേ ഹാവ് സ്ലോപ്പിംഗ് ബ്രാഞ്ചസ്, സ്ലോപ്പ് ചെയ്തിട്ടുള്ള ബ്രാഞ്ചസ് ആയിരിക്കും. ദെൻ ലീവ്സ് ഓഫ് സം ട്രീസ് ആർ നീഡിൽ പോലത്തെ ലീവ്സ് ആയിരിക്കും. It helps the rainwater and snow to slide off easily. Rainwater, മഴവെള്ളം, സ്നോ ഒക്കെ ഈസി ആയിട്ട് സ്ലൈഡ് ചെയ്ത് താഴോട്ട് വീഴാൻ വേണ്ടിയിട്ടാണ് ഈ അഡാപ്റ്റേഷൻസ് അവർക്ക്. ദെൻ വാട്ട് അബൌട്ട് ദ ആനിമൽസ്? അവിടെ ഈ മൗണ്ടെയിൻസിൽ ഏതൊക്കെ ടൈപ്പ് ആനിമൽസ് ആണ് ഉള്ളത്? യെസ്, ദാറ്റ് ഈസ് എ പിക്ചർ. 3 pictures are given in your textbook. Figure 9.7. Look at that picture. എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ഇവിടെ കൊടുത്തിട്ടുള്ളതൊക്കെ മൗണ്ടെയിൻസിൽ കാണുന്ന ആനിമൽസ് ആണ്. ഏതൊക്കെ ആനിമൽസ് ആണ്? ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ലിയോപാഡ്. ഏത് ലിയോപാഡാണ്? സ്നോ ലിയോപാഡ്, മഞ്ഞിൽ കാണുന്ന ലിയോപാഡ്. ലിയോപാഡ് ഇറ്റ്സ് ഓൾസോ ഫൗണ്ട് ഇൻ ഫോറസ്റ്റ്. ഇത് മഞ്ഞിൽ കാണുന്ന ലിയോപാഡാണ്, പുള്ളിപ്പുലിയാണ്. ദെൻ യാക്ക്, സെക്കൻഡ് പിക്ചർ എന്ന് പറഞ്ഞാൽ യാക്കാണ്. ദെൻ തേർഡ് പിക്ചർ ഇറ്റ് ഈസ് മൗണ്ടെയിൻ ഗോട്ട്, മൗണ്ടെയിനിൽ കാണുന്ന ഗോട്ടാണ്. ദെൻ എന്തൊക്കെ അഡാപ്റ്റേഷൻസ് ആണ് ഈ ആനിമൽസിനുള്ളത് നോക്കാം. യെസ്, ലിയോപാഡിനൊക്കെ എന്താണ്? തിക്കായിട്ടുള്ള സ്കിന്നാണ്, നല്ല കട്ടിയുള്ള സ്കിൻ. അതുപോലെ തൊപ്പ, അവരുടെ മേത്ത് തൊപ്പയുണ്ട് അല്ലേ. ഇത് എന്തിനാണ്? അവരുടെ ഒരു അഡാപ്റ്റേഷനാണ്. കാരണം എന്താ? നല്ല തണുപ്പാണ്. ഈ തണുപ്പിൽ നിന്ന് രക്ഷ നേടാനായിട്ടാണ് അവരുടെ സ്കിന്ന് നല്ല കട്ടിയുള്ളതും പിന്നെ അവർക്ക് നല്ല തൊപ്പയുള്ള ബോഡിയാണ്. നിങ്ങൾക്ക് കാണാം, യാക്കിൻ്റെ ഒക്കെ ബോഡിയിൽ കാണാൻ നല്ല ഫർ ഉണ്ട് അല്ലേ.
ഇറ്റ് കീപ് ദം വാം. അതെന്തിനാണ്? ഇങ്ങനെ കട്ടിയുള്ളതുകൊണ്ട് അതിനൊരു വാമാക്കി ചൂടാക്കി നിർത്താൻ പറ്റി, തണുപ്പിന്ന് രക്ഷ നേടാൻ അതിനെ ഹെൽപ്പ് ചെയ്യാം. അതാണ് അവരുടെ അഡാപ്റ്റേഷൻ. സ്നോ ലിയോപാർഡ് ഹാസ് തിക്ക് ഫർ ഓൺ ഇറ്റ്സ് ബോഡി. സ്നോ ലിയോപാർഡിനും എന്തുണ്ട്? തിക്ക് ഫർ, നല്ല തൊപ്പുണ്ട് അവരുടെ ബോഡിയിൽ. ആൻഡ് ഓൾസോ ഇൻക്ലൂഡിങ് ഫീറ്റ് ആൻഡ് ടൂസ്. അവരുടെ കാലിലും വിരലിലും ഒക്കെ എന്തുണ്ട്? ഈ തൊപ്പുണ്ട്. എന്നാലേ ഈ സ്നോയിലൊക്കെ നടക്കണ്ടേ, അപ്പം അതിനനുസരിച്ച് അതിന് കട്ടില്ല. അതാണ് അവരുടെ അഡാപ്റ്റേഷൻ. ദെൻ ദിസ് പ്രൊട്ടക്ട്സ് ഇറ്റ്സ് ഫീറ്റ് ഫ്രം ദി കോൾഡ് വെൻ വാക്ക് ഓൺ ദി സ്നോ. ആൻഡ് ദ മൗണ്ടൻ ഗോട്ട് ഹാസ് സ്ട്രോങ് ഹൂവ്സ് ഫോർ റണ്ണിങ് അപ്പ് ദ റോക്കി സ്ലോപ്സ് ഓഫ് ദ മൗണ്ടൻ. ഈ ചെരിഞ്ഞ ഈ മൗണ്ടൈന് ഓടിക്കയറാൻ വേണ്ടിയിട്ട് ഈ ഗോഡ്സിന് എന്തുണ്ട്? ഹൂവ്സ് ഉണ്ട് അതിൻ്റെ കാലിൽ. ദെൻ ദീസ് ആർ ദ ആനിമൽസ് ദാറ്റ് ഫൗണ്ട് ഇൻ മൗണ്ടൻസിൽ കാണുന്ന ആനിമൽസ്. ഇതിൽ വേറെയും ആനിമൽസ് ഉണ്ട്. ഇതാണ് 2-3 എക്സാമ്പിൾസ് പറഞ്ഞതേ ഉള്ളൂ. സോ മൗണ്ടൻസിൽ കാണുന്ന ട്രീസിന് സ്ലോപ്പി ആയിട്ടുള്ള ട്രീസ് ആയിരിക്കും, കോൺ ഷേപ്ഡ് ആയിരിക്കും, ബ്രാഞ്ചസ് സ്ലോപ്പി ആയിരിക്കും. പിന്നെ ആനിമൽസ് പറഞ്ഞു. അപ്പം നമ്മൾ ഒരു മൗണ്ടെയിനിൽ നമ്മൾ തന്നെ പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഒരു മൗണ്ടെയിനിൽ പോയാൽ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? ആദ്യം ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം എന്താ? മൗണ്ടെയിൻ റീജിയനിൽ നമുക്ക് ഫാസ്റ്റായിട്ട് ബ്രീത്ത് ചെയ്യണം. ഇവിടെ ഉള്ള ബ്രീത്തിങ് അല്ല മൗണ്ടെയിനിൽ. അപ്പോൾ നമ്മൾ ഈ നോർമൽ കണ്ടീഷനിൽ നിന്ന് മൗണ്ടെയിനിൽ പോകുമ്പോൾ നമുക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ കുറച്ച് ദിവസം അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അത് അഡ്ജസ്റ്റഡ് ആവില്ലേ? അതാണ് അഡാപ്റ്റേഷൻ. ആ ഒരു ക്ലൈമറ്റിനോട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് എന്ത്? അഡാപ്റ്റേഷൻ. ഓക്കെ, so these are about today's class topic. So let's discuss more habitats in the next class. Okay, so let's meet in another class. Till then, bye.